ഹായ് എവ്രി വൺ, ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് രാജശ്രീ. ഞാൻ വരുന്നത് ചെങ്ങന്നൂരിൽ നിന്നാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മോട്ടിവേഷൻ ആൻഡ് ലൈഫ് അഡ്വൈസ്, അതായത് പ്രചോദനവും ജീവിത ഉപദേശവും. ജീവിതത്തിൽ ആർക്കും ഇഷ്ടമല്ലാത്ത ഒരു കാര്യമാണ് അല്ലേ ഈ അഡ്വൈസ് എന്ന് പറയുന്നത്. സത്യമല്ലേ? ഞാൻ പറഞ്ഞത് സത്യമല്ലേ? അതുപോലെ എനിക്കും ഇഷ്ടമല്ലാത്ത ഒരു കാര്യമായിരുന്നു ഓവറായിട്ട് അഡ്വൈസ് ചെയ്യുന്നൊരു കാര്യം. പക്ഷെ എങ്കിലും ഞാൻ റൈറ്റായിട്ടുള്ള ഉപദേശത്തെ തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്, അതനുസരിച്ച് ജീവിച്ചിട്ടുമുണ്ട്. ഞാൻ നിങ്ങളെ അഡ്വൈസ് ചെയ്യാനല്ല കടന്നു വന്നിരിക്കുന്നത്, നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനാണ് കടന്നു വന്നിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളെ ഉണർത്തിയെടുത്ത് നിങ്ങളെ നല്ലൊരു വ്യക്തിത്വമുള്ള ഒരാളാക്കി തീർക്കുവാൻ, അതായത് നല്ല ഒരു പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിത്വമാക്കി തീർക്കുവാൻ എന്ന ഒരു ഉദ്ദേശത്തോടെയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ആർ യു റെഡി ടു ഹിയർ? എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? എന്തെല്ലാമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള ജീവിത ഉപദേശം? അതിൻ്റെ 4 വാല്യൂസ് ഞാനിപ്പോൾ ഇവിടെ അവതരിപ്പിക്കാം. ഒന്നാമത്തെ എന്ന് പറയുന്നത് ബിലീവ് ഇൻ യുവർ സെൽഫ്. 2, ഫെയില്യുവർ ഈസ് എ ടീച്ചർ. മൂന്നാമത്തേതെന്ന് പറയുന്നത് ഡിസിപ്ലിൻ ഓവർ മോട്ടിവേഷൻ. ലാസ്റ്റ് വൺ, 4th, വാല്യൂ റിലേഷൻഷിപ്സ്. ശരി, നമുക്ക് നമ്മളെ തന്നെ ഒന്ന് മോട്ടിവേഷൻ ചെയ്ത് തുടങ്ങാം. ഫസ്റ്റ് വൺ എന്താണ് ഞാൻ പറഞ്ഞത്? ബിലീവ് ഇൻ യുവർ സെൽഫ്. ലോകം നിങ്ങളെ വിശ്വസിക്കാത്ത സമയം വരാം, പക്ഷേ നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുന്നത് നിർത്തരുത്. ലോകം നിങ്ങളെ പലതും പറയും. ഒന്നിനും കൊള്ളാത്തവനാണ്, ഒരു കഴിവില്ലാത്തവനാണ്, ഇല്ലേ? അങ്ങനെയൊക്കെ കുറേ പേര് നമ്മളെ ബാഡായിട്ട് എൻകറേജ് ചെയ്യും, ഇല്ലേ? പക്ഷെങ്കിൽ അവിടേക്ക് നമ്മുടെ ഉള്ളിലൊരു കോൺഫിഡൻസ് വേണം. അതിനെയാണ് സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. മറ്റുള്ളവർ പലതും പറയട്ടെ, പക്ഷെങ്കിൽ നമ്മളെന്ന് പറയുന്നത് എന്താണ്? ഡിഫറൻ്റാണ്. നമ്മുടെ ഓരോരുത്തരുടെയും യാത്രകൾ, ജീവിതം, അതായത് ജീവിതം എന്ന ജേർണി ഡിഫറൻ്റാണ്, ഇല്ലേ? അതുകൊണ്ട് മറ്റുള്ളവർ എന്തെങ്കിലും നമ്മളെപ്പറ്റി പറയുന്നത് കൊണ്ടൊന്നും അതൊന്നും നമ്മൾ ചെവി കൊടുക്കാനേ പോകരുത്. നമ്മളിൽ വിശ്വസിക്കണം, സ്വയം വിശ്വസിക്കണം. അതിനെയാണ് ബിലീവ് ഇൻ യുവർ സെൽഫ്, അല്ലേ? രണ്ടാമത്തെ കാര്യം എന്താണ് പറഞ്ഞത്? ഫെയില്യുവർ ഈസ് എ ടീച്ചർ. പരാജയം വിജയത്തിൻ്റെ അവസാനമല്ല, അത് ഒരു പുതിയ പാഠത്തിൻ്റെ തുടക്കമാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ കാണും ഒരു തോൽവി, ഒരു ഫെയിൽ, ഇല്ലേ? എവരി സക്സസ്ഫുൾ മാൻ ഫെയിൽഡ് ഫസ്റ്റ്. ചരിത്രത്തിലെ മഹാന്മാരെയൊക്കെ നോക്കിക്കേ, എല്ലാവരും ആദ്യമേ സക്സസ് ആയവരാണ്. അല്ല, അവർ കാത്തിരുന്നു, വെയിറ്റ് ചെയ്തു, അവരതിനു വേണ്ടി ഒരുപാട് എഫേർട്ട് ഇട്ടു, കാത്തിരുന്നു, ഇല്ലേ? അങ്ങനെയൊക്കെയാണ് അവർ പിന്നീട് വലിയ മഹാന്മാരായതും കണ്ടുപിടുത്തങ്ങൾ ചെയ്തതും ജീവിതത്തിൽ സക്സസ്ഫുൾ പേഴ്സൺ ആയി തീർന്നു, അല്ലേ? മേക്സ് ഹെൽപ്പ് ആസ് ഗ്രോ. നമ്മൾ എന്തെങ്കിലും നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം. നെവർ സ്റ്റോപ്പ് ട്രൈയിങ്. ഒരിക്കലും നമ്മൾ എന്താണ് നമ്മുടെ പർപ്പസ്, എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു നേടാൻ പോകുന്നത്, അല്ലെ എന്താണ് നേടാൻ പോകുന്നത്, എന്താണ് ഡ്രീംസ്, അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുക. ഒന്നും നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യമില്ല, ആരെ നമ്മൾ നോക്കാൻ പാടില്ല. മൂന്നാമത് എന്താണ് പറഞ്ഞത്? ഡിസിപ്ലിൻ ഓവർ മോട്ടിവേഷൻ. ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകും. നമുക്ക് നല്ലൊരു ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കണം. എവരി സക്സസ്ഫുൾ പേഴ്സൺ ഹാവ് എന്താണ്, അവർക്ക് ഒരു നിശ്ചിത ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു ലൈഫിൽ. നമ്മൾ എന്തായി തീരണമെന്നുള്ളതിനെയൊക്കെ ഒന്ന് എന്താ പറയേണ്ടത്, മേക്കപ്പ് വിത്ത് പർപ്പസ്. അതിനെയൊക്കെ ഒന്ന് മേക്കപ്പ്, നമ്മളെ തന്നെ നമ്മൾ രാവിലെ എണീച്ച് കുളിച്ച് കഴിഞ്ഞ് നമ്മളെ തന്നെ നമ്മളൊന്ന് മേക്കപ്പ് ചെയ്ത് ഒന്ന് ചെയ്ത് നമ്മൾ സുന്ദരിയാകാൻ നോക്കും, ഇല്ലേ? മറ്റുള്ളവർ കാണുമ്പോൾ അയ്യേ എന്ന് പറയാതിരിക്കാൻ വേണ്ടി നമ്മളൊന്ന് ആകപ്പാടെ നമ്മളൊന്ന് മേക്കപ്പ് ചെയ്യാറുണ്ടല്ലേ? നമ്മളെ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഒന്ന് മേക്കപ്പ് ചെയ്ത് ലിപ്സ്റ്റിക്കൊക്കെ തേച്ചെന്ന് പറയുന്ന പോലെ നമ്മുടെ പർപ്പസിനെ നമ്മൾ എന്താകാൻ ആഗ്രഹിക്കുമെന്ന് പറയുന്നതും അതുപോലെയാണ്. മേക്കപ്പ് വിത്ത് പർപ്പസ്. ലേൺ സംതിങ് ഡെയിലി. പെർഫെക്റ്റ് യുവർ ടൈം.
ഫോർത്ത് വൺ എന്ന് പറയുന്നത് വാല്യൂ റിലേഷൻഷിപ്സ്. ജീവിതത്തിൽ പണം മാത്രം മതിയാകില്ല. നമ്മളെ സ്നേഹിക്കുന്ന ആളുകളാണ് ജീവിതത്തിൻ്റെ യഥാർത്ഥ സമ്പത്ത്. പലരും പണമാണ് ഏറ്റവും വലുതെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ പണം വേണം, പണം വേണ്ടെന്നല്ല. പക്ഷേ നല്ലൊരു റിലേഷൻഷിപ്പ്, സ്നേഹമൊക്കെ നമ്മൾ ജീവിതത്തിൽ സൂക്ഷിച്ചു വെക്കണം. നമ്മുടെ ജീവിത വിജയത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് റെസ്പെക്റ്റ് പേരൻസ്, സപ്പോർട്ട് ഫ്രണ്ട്സ്, സ്പീക്ക് കൈൻഡ്ലി. നിങ്ങളുടെ കഥ ഒരിക്കലും അവസാനിക്കുന്നില്ല. പലരും ജീവിതത്തിൻ്റെ പകുതിക്ക് വെച്ച് കഥ അവസാനിപ്പിക്കും. പക്ഷെങ്കിൽ ഒന്ന് ഓർക്കണം, നമ്മളെ കാത്ത് ഒരുപാട് അച്ചീവ്മെൻറ്റും ഒരുപാട് നേട്ടങ്ങളും നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. നമ്മുടെ പർപ്പസ് നമ്മളെ അറിയുക, ഇല്ലേ? എൻ്റെ ലൈഫിൽ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ കഥ അവസാനിച്ചു പോകുന്ന ഘട്ടങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ എൻ്റെ പർപ്പസ് അറിഞ്ഞ് എൻ്റെ ജീവിതത്തിലെ കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ജീവിതത്തിലെ പല സന്ദർഭങ്ങളിൽ ഒരുപാട് ജീവിതത്തിൽ തകർന്നു പോകേണ്ടതായിട്ടുള്ള ഒരുപാട് ട്രബിളിലൂടെയാണ് ഞാൻ കടന്നു വന്നത്. ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. എൻ്റെ ജീവിതത്തിലെ കഥകൾ അവസാനിച്ചു പോയി, ഇവിടം വരെ ഉള്ളൂ ഞാൻ എൻ്റെ ജീവിതം എന്ന് ഞാൻ പലതവണ വിചാരിച്ചു പോയിട്ടുണ്ട്. പലപ്പോഴും ജീവിതം അവസാനിപ്പിച്ച് പോകണമെന്ന് വിചാരിച്ച സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ എടുത്ത ഒരു ഡിസിഷനാണ്. അതായത് ലൈഫ് അഡ്വൈസ്, അത് ഞാൻ ഏറ്റെടുത്തു, അതെന്നെ മോട്ടിവേറ്റ് ചെയ്തു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് എൻ്റെ ഹാർഡ് വർക്കാണ്. അതുകൊണ്ട് ഞാനിന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ കഥ അവസാനിച്ചിട്ടില്ല. നമ്മുടെ കഥ ഇന്നും തുടങ്ങുകയാണ്, ഒരു പുതിയ ജീവിതം, ഇല്ലേ? നമസ്കാരം.